17-ാം തീയതി പൂനെയിൽ വെച്ച് മിസ്സായിട്ടുള്ള നമ്മുടെ സോൾജർ കൂടായിട്ടുള്ള വിഷ്ണു എന്നയാളെ ഇന്നലെ ബാംഗ്ലൂർ വെച്ച് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബാംഗ്ലൂർ വെച്ച് നമ്മുടെ അന്വേഷണ സംഘം SI മുഹമ്മദ് സിയാദ്, അതുൽ, വൈശാഖ് എന്നിവയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ നമ്മൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കും. അദ്ദേഹത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം സംസാരിക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇയാളെ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യമായിട്ട് രൂപീകരിച്ച ഈ സംഘത്തിൽ സൈബർ എക്സ്പേർട്ട് മുതൽ പലരും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായി അദ്ദേഹത്തെ കണ്ടെത്തുന്നതിൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പൂനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായ അന്വേഷണത്തിൽ നമുക്ക് ലീഡ് കിട്ടുവാൻ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് മാറുകയും തുടർന്ന് അദ്ദേഹത്തെ ബോംബെയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേരുകയും പക്ഷേ 20-ാം തീയതി അദ്ദേഹം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതായി നമ്മൾ അറിയുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ അവസരത്തിലാണ് നമ്മൾ 2 ദിവസം പുറകിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവിടെ നിന്ന് ഏകദേശം ഒരു 1500ഓളം CCTV ക്യാമറകൾ, അത് ഛത്രപതി ശിവജി ടെർമിനലിലെ അടക്കം CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഉദ്യാൻ എന്ന ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ബാംഗ്ലൂരിൽ 2 ദിവസം മുമ്പ് നമ്മൾ എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തിലും നമ്മളുമായിട്ട് സഹകരിച്ച കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പൂനെ മലയാളി സമാജം പ്രവർത്തകർ, അതുപോലെ മറ്റുള്ള ആളുകൾ, എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നമ്മളുമായി നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അവർക്കും എല്ലാവിധ നന്ദിയും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് പോയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ മിലിറ്ററിക്ക് 31-ാം തീയതി സാലറി കയറും. ആ സമയത്താണ് നമ്മൾ കണ്ടെത്തിയത്. അല്ല, നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ കുറേ ആയി, ഇദ്ദേഹത്തിന് വേറെ ഒരു മാർഗവും ഇല്ല. നമ്മൾ CCTV ക്യാമറകളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ബോംബെ പോലുള്ള ഛത്രപതി ശിവജി ടെർമിനലിലൊക്കെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നതാണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. അവിടെയാണ് നമ്മൾ 3 പേർ ദിവസവും രാത്രി പകൽ എന്ന് വ്യത്യാസമില്ലാതെ പരിശോധിച്ച് ഇദ്ദേഹത്തെ ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്യാൻ ട്രെയിനിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. മെസ്സേജ് അദ്ദേഹത്തിന് വന്നിട്ടില്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിരന്തരമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ആ മെസ്സേജുകൾ വരണമെങ്കിൽ ആ മെസ്സേജ് ഫോൺ ഓണല്ലല്ലോ.